കുളിപ്പിക്കാൻ പറ്റുമോ? അതേലും മാത്രല്ല, ഞാനിപ്പോ എല്ലാത്തിലും കൊള്ളിപ്പിക്കും. ദേ പിടിച്ചോ. ഞാനിവിടെ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? എനിക്ക് വിശക്കുന്നുണ്ട്. എന്തെങ്കിലും പോയി കഴിച്ചിട്ട് വരാം. നോക്ക്, ആ ബസ്സിന് തീ പിടിച്ചു. ആരെങ്കിലും എന്റെ കുട്ടിയെ ഒന്ന് രക്ഷിക്കണം. എന്റെ കുഞ്ഞിപ്പോൾ അകത്താണ്. കുഞ്ഞകത്താണെന്നോ? വീർ, കുഞ്ഞിനെ രക്ഷിച്ചേ പറ്റൂ. എന്റെ കുഞ്ഞ്. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓൺ. ഫയർ എക്സ്റ്റിംഗ്വിഷർ ഓൺ. നിങ്ങളുടെ കുഞ്ഞ്. താങ്ക് യു വെരി മച്ച്. വീർ, നിന്റെ കൈയൊന്ന് ശരിയാക്കേ. അപ്പൂപ്പ എന്തായി ചെയ്യുന്നേ? മോനെ, നിനക്ക് വേണ്ടി ഞാനൊരു ഫയർ സൂട്ട് റെഡിയാക്കുക. എപ്പോഴെങ്കിലും തീക്കിടയിൽ പോകേണ്ടി വന്നാൽ നിനക്ക് അതുകൊണ്ടൊരു പ്രശ്നം ഉണ്ടാവില്ല. എപ്പോഴെങ്കിലും നിനക്ക് ഈ സൂട്ട് അണിയേണ്ടി വരുമ്പോ അപ്പ പറയേ ഫയർ സൂട്ട് ഓൺ എന്ന് പറയേ. അപ്പ ഈ സൂട്ട് തന്നെത്താനെ വന്നോളൂ. നീ എന്തിനാണ് എന്റെ പിന്നാലെ തന്നെ നടക്കുന്നത്? ബോസ്, ഞാൻ നിങ്ങളുടെ ഫോളോവറാണ്. നിങ്ങൾ എവിടെ പോയാലും അവിടെയൊക്കെ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്ത് വരാറുണ്ട്. Mad Max is mad. Very, very mad. ജിൻഡു, നിന്റെ മാജിക് ഒന്ന് നിർത്ത് വേഗം. പറയൂ അപ്പൂപ്പ. വീർ, മന്ത്രി സാർ ഇപ്പൊ അങ്ങ് എത്തും. ചിപ്പ് കിട്ടിയോ ഇല്ലയോ? ചിപ്പ് എവിടെയെങ്കിലും കാണുന്നില്ല അപ്പൂപ്പ. വീർ, നീ എക്സ്റവിഷൻ യൂസ് ചെയ്. അപ്പൊ അത് എവിടെയെങ്കിലും മറിഞ്ഞു കിടന്നാലും കാണാൻ പറ്റുമല്ലോ. ഓക്കെ എമിലി, ഞാനും അങ്ങനെ ചെയ്യാൻ ആലോചിച്ചിരുന്നേ. ആ ചിപ്പ് നിന്റെ വായ്ക്കകത്താണ്. അതെങ്ങനെയാ അവിടെ പോയത്? ആർക്കറിയാ, ചിലപ്പോ പേസ്ട്രി കഴിച്ചപ്പോ അതിനൊപ്പം വായിലേക്ക് പോയതായിരിക്കും. ഇപ്പൊ ഞാൻ വിരലിഞ്ഞൊടിച്ച് പുറത്തെടുത്തു തരാം. എന്റെ മാജിക് എന്റെ വായിക്കകത്ത് ഫലിക്കുന്നില്ല. ഇനി എന്ത് ചെയ്യും? വീർ, വേഗം എന്തെങ്കിലും ചെയ്യ്. മന്ത്രി സാറിന്റെ കാർ ഇതാ എത്തിക്കഴിഞ്ഞു. എല്ലാവരും ഗേറ്റിൽ വെയിറ്റ് ചെയ്യ. അപ്പൂപ്പ, ആ ചിപ്പ് കിട്ടിക്കഴിഞ്ഞു. അത് ജിൻഡുവിന്റെ വായ്ക്കകത്താ ഉള്ളത്. പക്ഷെ അത് മാജിക് ഉപയോഗിച്ച് പുറത്തെടുക്കാൻ കഴിയുന്നില്ല. വേഗം എന്തെങ്കിലും ചെയ്യ്. വേഗം ചിപ്പ് പുറത്തെടുക്ക്. എങ്കിലേ നമുക്ക് ആളെ തിരിച്ചറിയാൻ പറ്റൂ. അവനാണ് ഇവിടെ ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ജിൻഡു, നീ ഞങ്ങള് ചെറുതാക്കി നിന്റെ വായ്ക്കകത്തേക്ക് വിട്. ഞങ്ങൾ അകത്ത് കയറി ചിപ്പ് എടുത്തോണ്ട് വരാം. എല്ലാം ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം വീർ. ജിൻഡു, ഞങ്ങളെ ചവച്ച് തിന്നേക്കല്ലേ. എനിക്ക് പേടിയാവുന്നുണ്ട് വീർ. ഇവന്റെ വായിൽ നിന്ന് വൃത്തികെട്ട നാറ്റമാ വരുന്നത്. ജിൻഡു, നീ ബ്രഷ് ഒന്നും ചെയ്യാറില്ലേ? നിന്റെ വായിന്ന് എന്ത് ബാഡ് സ്മെല്ലാ വരുന്നേ? ദേ ഇരിക്കുന്ന ചിപ്പ് ആ പല്ലിന്റെ ഇടയിലുണ്ട്. ഈ ജിൻഡുവിന്റെ പല്ലിനകത്ത് എത്ര ജംസാ. ഇവൻ ഒരിക്കലും പല്ല് തേക്കാറില്ലേ. ഇവന് കഴിക്കാൻ മാത്രമേ അറിയുള്ളൂ. കൂട്ടുകാരെ, ഇവിടെ പുതിയ രണ്ടുപേര് വന്നിട്ടുണ്ട്. അവരെ തീർത്ത് കളയേ. ഇത് നമ്മുടെ സാമ്രാജ്യമാണ്. ഇവർക്ക് ഇത്ര ധൈര്യമോ? ഇവർക്ക് ഞാൻ ഇപ്പൊ കാണിച്ചു കൊടുക്കാം. വീർ, എന്റെ എയർപ്ലെയിൻ കണ്ടോ? ഇതാ എന്റെ എയർപ്ലെയിൻ
കണ്ടോ നീ? നിങ്ങൾ രണ്ടുപേരും എന്തിനാ എയറോപ്ലെയിൻ ഉണ്ടായിക്കൊണ്ട് വന്നത്? ഇന്ന് സ്കൂളില് എയറോനോട്ടിക്സ് കോമ്പറ്റീഷനാ. ഞങ്ങളതിൽ പങ്കെടുക്കുന്നുണ്ട്. ഈ എയറോനോട്ടിക്സ് കോമ്പറ്റീഷൻ എന്ന് വെച്ചാ എന്താ? ഈ കോമ്പറ്റീഷനിൽ ആളുകൾ ചെറിയ ചെറിയ എയറോപ്ലെയിൻസ് ഉണ്ടാക്കി പറപ്പിക്കും. ആര് കൊണ്ടുവരുന്ന പ്ലെയിൻ ആണോ ഏറ്റവും ഭംഗിയുള്ള, ഏതാണോ ഏറ്റവും കൂടുതൽ പറക്കുന്നത്, അവർക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടും. എന്താ വീർ, ഇന്ന് നീ എന്നോട് ഏറ്റുമുട്ടാൻ വരുന്നുണ്ടോ? ആരുടെ പ്ലെയിനാ ജയിക്കുന്നെന്ന് നമുക്ക് നോക്കിയാലോ? അതിനെന്താ, വരൂ. Mad Max is mad. Very, very mad. എനിക്കൊരു കാര്യം മാത്രം മനസ്സിലാകുന്നില്ല. എന്റെ സ്വപ്നം എപ്പോഴാണ് സഫലമാകുന്നത്? ബോസ്, അങ്ങയുടെ സ്വപ്നം തീർച്ചയായും സഫലമാകും. അത് ഇന്ന് തന്നെ സംഭവിക്കുകയും ചെയ്യും. ഇന്ന് ഫുസത്ഗഞ്ചില് ഒരു എയറോനോട്ടിക് കോമ്പറ്റീഷൻ നടക്കുന്നുണ്ട്. ഗുലിമാൽ ഒപ്പിക്കാൻ വേണ്ടി ഞാനൊരു പൈലറ്റിനെ കൊണ്ടുവന്നിട്ടുണ്ട്. അവൻ ഇന്ന് വീറിനെ പിടികൂടിയിരിക്കും. എനിക്കിതുപോലൊരു പൈലറ്റിനെ ഒന്നും ആവശ്യമില്ല. എന്റെ ആവശ്യം പ്രേം സഹായുടെ റോബോട്ടിനെ കിട്ടുക എന്നതാണ്. Mad Max is glad. Very, very glad. എന്റെ കൈവശം ഒരു ഐഡിയയുണ്ട്. ഞാൻ പറയുന്നത് കേൾക്കൂ പൈലറ്റ്. നീ നിന്റെ പ്ലെയിനുകൾ ഉപയോഗിച്ച് പ്രേം സഹായുടെ റോബോട്ടിനെ പിടിച്ചു കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവാ. Mad Max is mad. നിങ്ങൾ ജീനിയസ് ആണ്, സൂപ്പർ ഡൂപ്പർ ജീനിയസ് ആണ് ബോസ്. ഇവള് പറഞ്ഞത് ശരിയാണ് ബോസ്, വളരെ വളരെ ശരിയാണ്. ശരിക്കും പറഞ്ഞ ഇത്തരത്തിലൊരു ഐഡിയ എനിക്ക് തോന്നാത്തത് എന്താണ്? ഇനി വീറ് രക്ഷപ്പെടില്ല. ബോസ്, എന്താ ഈ കാണിക്കുന്നത് ബോസ്? ഇംലി, ഇയാളെ ഇവിടുന്ന് എവിടെങ്കിലും ദൂരേക്ക് കൊണ്ടുപോകണം. എല്ലാവരുടെയും മുന്നിൽ എന്റെ പവർ എനിക്ക് ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. മെറ്റൽ ഗ്ലൗ വെച്ച് എല്ലാവരും ഷോക്ക് അടിപ്പിക്കുന്നേ. അതിനകത്തുനിന്ന് റൈസും വരുന്നേ. എല്ലാ ഈ ഗ്ലൗസ് കാരനാ സംഭവിക്കുന്നേ. ഈ ഗ്ലൗസ് ഞാൻ ഇപ്പൊ തന്നെ ഊരിയെടുക്കാൻ പോവാ. നീ പറഞ്ഞത് വളരെ ശരിയാണ് വീർ. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ ആക്ടിങ്? ഇംലി, എന്റെ മുഴുവൻ പവറും അവന്റെ ശരീരത്തിലേക്ക് പോകുന്നേ. എന്തെങ്കിലും ഒന്ന് ചെയ്യ്. വീറിനെ വിട്. എന്റെ വീറിനെ വിട്. ഇംലി, ഞാനിപ്പോൾ ശക്തിശാലിയാണ്. ഞാൻ വിചാരിച്ചാൽ എന്തും ചെയ്യാൻ സാധിക്കും.
ഞാൻ നിങ്ങളെ അത്തരമൊരു സ്ഥലത്തേക്കാണ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. അവിടെ ഒരുപാട് നാച്ചുറൽ ബ്യൂട്ടി ഉണ്ടാവും. നീ ഇപ്പൊ സ്വബോധത്തോടെയാണോ? നിനക്ക് ബോധം കെട്ട പോലെ അഭിനയിക്കാൻ കഴിയുമെങ്കിലേ അപ്പൊ പിന്നെ അതുപോലെ എനിക്ക് അഭിനയിക്കാൻ കഴിയും.